മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലെ ജനങ്ങൾക്ക് കഠിനമായ മുടികൊഴിച്ചിലുണ്ടാകാൻ തുടങ്ങി. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ പലർക്കും കഷണ്ടി ഉണ്ടാവുകയും ചെയ്തു. സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലായതോടെ അധികൃതർ ഇതിനു പിന്നിലെ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. ഒടുവിൽ അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. ആരോഗ്യ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ഗോതമ്പാണ് മുടി കൊഴിയുന്നതിന് കാരണമെന്ന് കണ്ടെത്തി. വിതരണം ചെയ്ത ഗോതമ്പിൽ ഉയർന്ന അളവിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് അധികൃതരുടെ വിലയിരുത്തൽ. റായ്ഗഡിലെ ബവാസ്കർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ MD ഡോക്ടർ ഹിമ്മത് റാവു ബവാസ്കർ ആണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. 2024 ഡിസംബർ മുതൽ 2025 ജനുവരി വരെ ബുൽദാനയിലെ 18 ഗ്രാമങ്ങളിൽ നിന്നുള്ള 279 പേരുടെ മുടിയാണ് അസാധാരണമായി കൊഴിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രശ്നം ഗോതമ്പാണെന്ന് കണ്ടെത്തിയത്. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നാണ് വിതരണ കേന്ദ്രങ്ങളിലേക്ക് ഗോതമ്പ് എത്തിക്കുന്നത്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിനുള്ളിൽ ഉള്ളതിനേക്കാൾ 600 മടങ്ങ് കൂടുതലാണ് ഇറക്കുമതി ചെയ്ത ഗോതമ്പിലെ സെലീനിയത്തിന്റെ അളവ്. പ്രാദേശിക റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത ഈ ഗോതമ്പിന്റെ ഉപയോഗമാകാം മുടികൊഴിച്ചിലിന് കാരണമായത്. പ്രാരംഭഘട്ടത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ആളുകളുടെ മുടി പൂർണ്ണമായും കൊഴിഞ്ഞു പോയത്. ഉപാപചയ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ധാതുവാണ് സെലീനിയം. തൈറോയിഡിന്റെ പ്രവർത്തനം, രോഗപ്രതിരോധ ശേഷി എന്നിവയിലടക്കം സെലീനിയത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ സെലീനിയം ശരീരത്തിൽ അധികമായാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. സെലീനിയത്തിന്റെ ഉയർന്ന സാന്നിധ്യം തലചുറ്റൽ, ഛർദിൽ, വയറിളക്കം, വയറുവേദന എന്നിവയടക്കമുള്ളവയ്ക്ക് കാരണമാകുന്നുണ്ട്. വലിയ അളവിൽ സെലീനിയം ശരീരത്തിലെത്തുന്നത് നഖം പൊട്ടാനും മുടി കൊഴിയാനും നഖങ്ങളിൽ വെള്ളപ്പാണ്ടുകൾ രൂപപ്പെടാനും കാരണമാണ്. പഠനത്തിനായി പ്രദേശവാസികളിൽ നിന്നും ശേഖരിച്ച രക്തം, മൂത്രം, മുടി എന്നിവയിൽ സെലീനിയത്തിന്റെ അളവ് അനുവദനീയമായതിനേക്കാൾ ഉയർന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുടികൊഴിച്ചിലിന് കാരണമായത് ഗോതമ്പായിരിക്കാമെന്ന നിഗമനത്തിലെത്തിയത്. ഇത്തരത്തിൽ അമിതമായി സെലീനിയം അടങ്ങിയ ഭക്ഷണം കഴിച്ചവരിൽ സിങ്കിന്റെ അളവ് കുറഞ്ഞതായും കണ്ടെത്തി. കഴിച്ച ഭക്ഷണമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ജനങ്ങൾ.